എന്നാന്ന് വെച്ചാൽ ഭാഷ പറയാം. അപ്പൊ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് ഉണ്ട് വൈകിട്ട്. ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന ഞങ്ങളുടെ സ്വന്തം. ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോരുകാച്ച്, കപ്പങ്ങാത്തോരൻ, മീൻ വേവിച്ചത്, ബീഫ് ഫ്രൈ, ഇത്രയും റെഡിയാ. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ചിന്തിക്കും, അമ്മ എങ്ങനെ ഇങ്ങനെ കൊത്തണേന്ന്. വാലന്റൈൻസ് ഡേയിലെ നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട അതിഥി. അത് ശരിയാണല്ലോ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട അതിഥി തന്നെ. ഞങ്ങൾക്ക് കൈ നിറയെ ചോക്ലേറ്റ് ആയിട്ട് വന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട അതിഥി. പോത്തെന്ന് പറയുമ്പോ നമ്മള് ചില മനുഷ്യരെ വിളിക്കില്ലേ, നീ ഒരു പോത്തെന്ന്, അങ്ങനെ വാങ്ങി തന്നെ അതുണ്ടായിരുന്നു. അവളത് മുഴുവനും വാങ്ങിച്ചു. സാധനം ടിറ്റുവിന്റെ ഒരു വലിയ ദൗർബല്യമാണ്. ഇന്ന് ഞാനൊരു നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പങ്ങ പറിച്ചുകൊണ്ടുവന്ന് കപ്പങ്ങാത്തോരനാ. ആ തോരന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ പുതിയ ചോപ്പറിൽ അരിഞ്ഞതാ. നിങ്ങളിപ്പോ അത് കണ്ടോന്ന് എനിക്കറിയില്ല. ആ വീഡിയോ കണ്ടു കാണും. ചോപ്പറിൽ അരിഞ്ഞെന്നും പറഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നുറുക്കി എടുക്കണം. എന്നാന്ന് വെച്ചാൽ ഭാഷ പറയാം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാന്താരിമുളക്, പിന്നെ ഉള്ളി സ്വന്തം അല്ല, തേങ്ങ സ്വന്തം. പിന്നെ അതിന് തേങ്ങ ഒതുക്കി വെച്ച് തോരൻ ഉണ്ടാക്കുക കേട്ടോ. കപ്പളങ്ങാത്തോരനൊക്കെ സ്ഥിരം എല്ലായിടത്തും ഉണ്ടാക്കണത് എല്ലാവർക്കും അറിയാം, കാണുന്നതും അല്ല, കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളിന്ന് ഉണ്ടാക്കണത് കൊണ്ട് ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കപ്പങ്ങ പിന്നെ അതിലെ ചോപ്പറിൽ അരിഞ്ഞതും കൂടാതെ ഒരു സവോള ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് കൈകൊണ്ട് അരിഞ്ഞതാ കേട്ടോ. അപ്പൊ ഈ കപ്പങ്ങാത്തോരൻ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. അതെന്നാന്ന് പറയാം, ഞാൻ ഉണ്ടാക്കാറുണ്ടെങ്കിലും എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് ഇന്ന് ഉണ്ടാക്കാൻ കാരണം ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് ഉണ്ട് വൈകിട്ട്. അപ്പൊ അതിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. അതായത് കാനഡയിൽ നിന്ന് വന്ന ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന ഞങ്ങളുടെ സ്വന്തം ടിട്ടു. അപ്പൊ ഇന്ന് വൈകിട്ട് വരാന്നാ പറഞ്ഞേക്കണേ. 2 വീക്സിലേക്ക് വന്നേക്കണതാ. ശാന്തയ്ക്ക് ലീവ് കിട്ടാത്തോണ്ട് ശാന്ത വന്നിട്ടില്ല. അപ്പൊ അവർക്ക് കപ്പങ്ങ, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് ഇങ്ങനെയുള്ളതൊക്കെ നാട്ടിലുള്ള സംഗതി, ഏത്തക്കായ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ താല്പര്യം. കാരണം അവിടെയൊന്നും ഇത് കിട്ടുമെങ്കിലും ബുദ്ധിമുട്ടല്ലേ, അവിടെയൊക്കെ ഉള്ളവർക്ക് അറിയാലോ അതിനെപ്പറ്റി. അപ്പം നാടൻ സംഗതികൾ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ പറഞ്ഞു വരാതെ പറ്റില്ല, വന്നേ പറ്റുള്ളൂ, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഇവള് വർക്കിംഗ് ഡേയിൽ അവർ വന്നേച്ചു വരപ്പോൾ ഇവക്ക് മിസ്സായി പോയത് കൊണ്ട് ഞങ്ങള് ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഇവിടെ കാണിച്ചു. ഭയങ്കരമായിട്ട് മിസ്സായി പോയി. ശാന്തയ്ക്ക് ഭയങ്കര വിഷമായിരുന്നത്. ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ശാന്ത ഇല്ല, പുള്ളിക്കാരത്തേക്ക് ലീവ് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഫ്ലാറ്റിൽ പോയായിരുന്നു എറണാകുളത്ത്. അതൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി കപ്പങ്ങത്തോരൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, പറഞ്ഞപ്പോ ഉളച്ചു കെട്ടി കുറെ ആയി പോയി കേട്ടോ. സദയം സോറി. അപ്പൊ ഓക്കെ. അപ്പൊ അധികം ഐറ്റം ഒന്നും ഇല്ല. ഒന്ന് കപ്പളങ്ങാത്തോരൻ, തോരനായിട്ട് ഉണ്ടാക്കണതാ. 2 വെളാമീൻ വേവിച്ചതാ. പിന്നെ കൊഴുവ വറക്കണം. കൊഴുവ നീ സൂചി കൊഴുവ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ ബീഫും തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഉലർത്തി വെച്ചു. അത് നിങ്ങളെ കാണിക്കാൻ ഫ്രിഡ്ജിൽ ഉലർത്തി വെച്ചു. അത് ഇന്നലെ പകല് വേവിച്ച് റെഡിയാക്കി. അന്നേരം ഇവിടെ ഓഫീസിൽ പോയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. മീനും ഇന്നലെ മിനിഞ്ഞാന്ന് മേടിച്ചു, ഇന്നലെ വേവിച്ചു വെച്ചു. നമ്മുടെ പ്രിയപ്പെട്ട വെളാമീൻ. ഇതൊക്കെ ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല എന്തിനെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നാളെയായിട്ട് നോൺ വെജ് എല്ലാം തീർക്കണം. അപ്പൊ അതനുസരിച്ചിട്ട് സംഗതി ഉള്ളൂ. കൊഴുവയും ഒക്കെ വറുത്തത് ഇന്നും നാളെയായിട്ട് തീർന്നോളും, മീനും ഒക്കെ തീർന്നോളും. നാളെ ഉച്ചയും കണ്ട് ചട്ടി ക്ലീൻ ചെയ്യേണ്ടതാണ്. നാളെ വൈകിട്ട് മുതൽ നോമ്പ് തുടങ്ങേണ്ടതാണ് ശരിക്കും. ഇപ്പൊ എത്രത്തേടെ അന്ന് വൈകിട്ട് മുതൽ നോയമ്പ് എടുക്കണവര് പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യൂട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും അതൊക്കെ തീർക്കണം. പിന്നെ ഇച്ചിരി കപ്പയപ്പം മേടിച്ചിട്ടുണ്ട്, കപ്പ വേവിക്കാൻ. അതൊക്കെ ഒത്തിരിയാണ് കാണിക്കാം, കപ്പ് വേവിക്കുന്ന ക്ലിപ്പിങ് കാണിക്കാം. പിന്നെ നമുക്ക് കറി ഇച്ചിരി മോരുകാച്ച. അമ്മയുടെ ഇഷ്ടത്തിന് വണ്ണം കുറഞ്ഞ കപ്പയാണല്ലോ. വണ്ണം കുറഞ്ഞതാ. സെലക്ട് അല്ല, എനിക്ക് ഇപ്പൊ ഇതിന് വണ്ണം കുറഞ്ഞത് വേണമെന്നില്ല. പക്ഷെ എനിക്ക് വറക്കാൻ വണ്ണം കുറഞ്ഞത് തന്നെ വേണം. എന്നാലേ ആ ഷേപ്പ് അങ്ങനെ കറക്റ്റ് ആയി കിട്ടുകയുള്ളൂ. അന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാന്ന് വണ്ണം കുറഞ്ഞത്. ഇതിനിപ്പോ വണ്ണം ഉണ്ടെങ്കിലും വണ്ണം കുറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചെന്നപ്പോ അവരുടെ കയ്യിൽ, കപ്പക്കാരൻ്റെ കയ്യിൽ ഈ മോഡലായിരുന്നെന്ന് പറഞ്ഞു. അത് ഇത് വറക്കാൻ എടുക്കണില്ല, വേവിക്കണേ ഉള്ളൂ. അപ്പൊ കപ്പ വേവിച്ചത് മീൻകറിയൊക്കെ അവർക്ക് അവിടുത്തെ കൊച്ചമ്മ, അതായത് ടിട്ടുവിൻ്റെ അമ്മ, ടിട്ടു ജേക്കപ്പ ആനി
അവരുടെ അമ്മ ഭയങ്കര പാചകക്കാരിയായിരുന്നു. പാലപ്പത്തിന്റെ എക്സ്പേർട്ട്, കപ്പ കുഴയ്ക്കാൻ എക്സ്പേർട്ട്, അപ്പ പറയാറില്ലേ കേക്കിന് എക്സ്പേർട്ട് ഒരുപാട്. അമ്മ പ്രായമായി മരിച്ചു പോയിട്ടോ. അലുവ, അയ്യോ അലുവ എപ്പോഴും പറയും അപ്പ ഇവിടെ അവിടുത്തെ കാര്യം, പാപ്പയുടെ അമ്മാമ്മയുടെയും കാര്യം സ്ഥിരം. നിനക്കും അറിയാലോ, പറയാതെ തന്നെ. 5-8 കൊല്ലമായുള്ളൂ മരിച്ചിട്ട്. അപ്പം അങ്ങനെ അപ്പം അത് കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പം അവർക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള നാടൻ ഐറ്റംസ്, നമ്മൾ നാടൻ ഐറ്റം ആണല്ലോ ഉണ്ടാക്കണേ. മറ്റുള്ള ഐറ്റം ഒക്കെ അവരിഷ്ടം പോലെ കഴിക്കണതല്ലേ. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കാന്ന് ഓർത്ത ഓരോരോ പരിപാടി ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ കഷ്ണമില്ലാത്തതാണോ? കഷ്ണമില്ലാതെ മഞ്ഞപ്പൊടി ഇടാത്ത മോരുകാച്ച. കാരണം അമ്മാമ്മ എപ്പോഴും അപ്പ പറയൂലേ കപ്പ വേവിക്കുന്നതും മോരുകാച്ചും ഒക്കെ അമ്മാമ്മയുടെ വെള്ള നിറാന്ന്, അതായത് കാന്താരിമുളക് ചേർത്തണം. അതുകൊണ്ട് അപ്പൊ ഞാനും ഇന്ന് അങ്ങനെയാണ് ആ ഓർമ്മപ്പെടുത്തല കേട്ടോ. അത് ശരി. അപ്പൊ കഷ്ണം ഇല്ല. തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ, ജീരകം, 2 തരം ഉള്ളി, കാന്താരിമുളക്, വേപ്പില. ഇനി കടുക് വറുത്താൽ മതി. മോരുകാച്ച്, കപ്പങ്ങാത്തോരൻ, മീൻ വേവിച്ചത്, ബീഫ് ഫ്രൈ, ഇത്രയും റെഡിയാ. ഇനി കൊഴുവ വറക്കണം, പിന്നെ കപ്പ ശരിയാക്കണം. അത്രേ ഉള്ളൂ. കൊഴുവ പിന്നെ ഇനിയിപ്പോ വൈകുന്നേരം വറക്കണോളൂ, കാരണം അത് മതി, ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നേക്കണല്ലേ. ഓക്കെ. അങ്ങനെ മോരുകറി റെഡിയായി. ഇനി അടുത്തത് എന്നാ? നമ്മൾ കണ്ടത് അടുത്തത് ഇനിയുള്ളത് വൈകിട്ട്. ഇനി കൊഴുവപ്പീരിയും കപ്പ വേവിച്ചത് അത് വൈകിട്ട്. പിന്നെ നമുക്ക് എണ്ണപ്പേരുണ്ടാക്കാനുണ്ട്, നമ്മളെ ഉച്ചത്തേക്ക്. ടിട്ടിച്ചാച്ചന് നാടൻ കപ്പ കുഴച്ചത് വലിയ താല്പര്യമാണ്. പ്രത്യേകിച്ച് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ താല്പര്യമുള്ള ഒന്നാണെന്ന് പണ്ടേ തൊട്ട് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും കപ്പ കുഴച്ചത് മീൻകറിയും വെക്കണം, അതില്ലാതെ ശരിയാവൂല എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. നല്ല കപ്പയാട്ടോ, നല്ല കപ്പയാ. ഞാൻ പലതും തിന്നു നോക്കി. എന്നാന്ന് വേനലായി കൊണ്ട് വേവ് എങ്ങനെയാണെന്നറിയില്ല, ഈ വെള്ളം വറ്റിയിരിക്കണം. കുക്കറി വേവിക്കാം, കുഴയ്ക്കാനില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, വലത്താനല്ലല്ലോ. നല്ല രുചിയുണ്ട്. നാല് കളഞ്ഞിട്ടേക്കണോ ഇത്? അതെ അതെ, ചെരുവത്തിൽ ഇത് ഇങ്ങനെ ഇത് നാരുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, കടിക്കുമ്പോ മുഴുവൻ. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ചിന്തിക്കും അമ്മ എങ്ങനെ ഇങ്ങനെ കൊത്തണേന്ന്. ഇത് ഇപ്പൊ ഈ കൈ താങ്ങും, അല്ലെങ്കിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് പിടിപിടിപിടിന്ന് ശരിയാക്കി. കൈ എനിക്ക് പേടിയാ. കപ്പ വെന്തു. നമുക്ക് വെള്ളം ഊറ്റിക്കൊണ്ട് വരാം കേട്ടോ. അതിനവിടെ വർക്കേരിയയിൽ വെച്ചേക്കണ കിഴുത്തപ്പാത്രം. ബാ, അതിലേക്ക് വെള്ളം ഊറ്റാം നമുക്ക്. അവിടെ സമയം 4:15 ആയിട്ടോ. അപ്പൊ ടിട്ടിച്ചാച്ചൻ വരേണ്ട സമയമൊക്കെ ആവണേ ഉള്ളൂ. ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം. വന്നു കഴിയുമ്പോ ചൂടുകാരനെ ഭയങ്കര ചൂടാ. ഞാൻ ഫാനിട്ടൊക്കെ മുറിയിലൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിങ്ങോട്ട് മറിച്ച് അരപ്പി ഇറക്കാം കേട്ടോ. ടിട്ടിച്ചാച്ചൻ ഈ വെളുത്തിരിക്കുന്ന കപ്പ കുഴച്ചത് എന്ത് ഇഷ്ടാന്നറിയോ? അത് കൊച്ചമ്മയുടെ അമ്മാമ്മ അങ്ങനെ ചെയ്യുന്നോണ്ടാ. അതാ, ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ല. ഏപ്രനങ്ങളെ കെട്ടിയിട്ട് ഏപ്രൻ കെട്ടിയില്ലെങ്കിൽ എല്ലാം ഇതിലേക്ക് വീഴും. നൈറ്റിയിൽ കറിയാവും. ബാ, ഇനി നമുക്ക് അരപ്പി ഇറക്കാം. നൈറ്റി ഒരു ദിവസം ഇടാൻ പറ്റുള്ളൂ. അല്ല, നൈറ്റി പോയി ഓർണ വയലിട്ട് അതൂതും ചെയ്തിട്ട് കാര്യമില്ല. ഞാനത് ചുമ്മാ കുളിയൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് എടുത്തിടുകയുള്ളൂ. ചട്ടുകം എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അരപ്പെടുത്തോണ്ട് വരട്ടെ കേട്ടോ. ചട്ടുകം വേണം. അത് വേണം. തേങ്ങ, ജീരകം, 2 തരം ഉള്ളി, കാന്താരിമുളക് കേട്ടോ. ഇച്ചിരി വെള്ളം ചേർത്താൽ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പെരണ്ടിരിക്കണം. തീരെ ഡ്രൈ ആയിട്ടിരുന്നാൽ പറ്റൂല. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി പെരണ്ടിരിക്കണം കപ്പയും ചക്കയൊക്കെ. അതുകൊണ്ടാണ് ഇതിപ്പോ ശരിക്കും അങ്ങനെ കുഴഞ്ഞിട്ടില്ല. വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഉദ്ദേശിച്ച പോലെ അത്രയും കുഴഞ്ഞിട്ടില്ല. ആദ്യം ഞാനൊരു 3 വിസിലടിച്ചൊന്ന് നോക്കിയത്, അന്നേരം ഒട്ടും വെന്തിട്ടില്ല ഞാൻ. പിന്നെ ഒരു 4 വിസിലോടെ അടുപ്പിച്ച്. ഇനി അത് വേവൂല. വേവാനുള്ളതാണെങ്കിൽ ഇപ്പൊ ആയേനെ. ഞാനൊന്ന് ഇളക്കി ശരിയാക്കട്ടെ കേട്ടോ. തേങ്ങാപ്പീരയുടെ കേട്ടോ, തേങ്ങയുടെ ചിരണ്ടി ഇപ്പം അതിലിത് ഇന്ന് പൊരിഞ്ഞില്ല. അത് വേറൊന്നുമില്ല. കപ്പ ഇങ്ങനെ ചൂട് കപ്പ ഇങ്ങനെ കുഴയ്ക്കുമ്പോ കാണുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഈ ചൂടുകാലം ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. എന്നാ ചൂടല്ലേ. ഫെബ്രുവരി ആയുള്ളൂ. ഇന്ന് ഫെബ്രുവരി 14. വാലന്റൈൻസ് ഡേയിലെ നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട അതിഥി. അത് ശരിയാണല്ലോ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട അതിഥി തന്നെ. ഞങ്ങൾക്ക് കൈ നിറയെ ചോക്ലേറ്റ്.
അതെ ആയിട്ട് വന്ന ചോക്ലേറ്റ് മാത്രമല്ല പല സംഗതികളും ആയിട്ട് വന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട അതിഥി അപ്പയുടെ പ്രധാനപ്പെട്ടവരിൽ ഒരാളാണത്. നമ്മുടെ എല്ലാവരുടെയും. അതെ അതെ അതെ. നീ ഇല്ലേ ഇച്ചിരി ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഈ മിക്സി കഴുകി ഇച്ചിരി വെള്ളം അതിലേക്ക് ചേർത്ത് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് അരപ്പ് ചൂടാക്കണം. അല്ലെങ്കിൽ അരപ്പിന് പച്ചച്ചൊവ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഇച്ചിരി ഒരുവിധം അമ്മ കുഴച്ചെടുത്തു. അതെ അതെ കുഴഞ്ഞു. ഇപ്പൊ കറക്റ്റായി അത്. ഇച്ചിരി ഇതൊക്കെ ഇരിക്കണത് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാൻ കഴിയങ്ങ് ഒഴിച്ചതാട്ടോ. സാധാ വെള്ളം കേട്ടോ, ചൂടുവെള്ളമൊന്നും അല്ല. മിക്സി കഴുകിയതാ. ഞാനേ വേറെ ഇച്ചിരി പരിപാടികളുണ്ട്. ചെടി നനയ്ക്കണം, നേരത്തെ നനയ്ക്കണം, അല്ലെങ്കിൽ പറ്റില്ല. കുഴു വറക്കാനുണ്ട്. അപ്പൊ നനച്ചു കഴിഞ്ഞിട്ടേ കഴിക്കണോളൂ കേട്ടോ. നമുക്ക് അന്നത്തേക്കും ചൂടോടുകൂടി ഇതിലേക്ക് എടുത്തു വെക്കാം. അതെ, എടുത്തു വെക്കാവുന്ന ഇതിലെടുത്ത് വെക്കാം. ഇതൊരു നല്ല കാസറോളാണ്. നീ മേടിച്ചത്? അതെ അതെ അതെ. നീ എന്തിനു മേടിച്ചായിരുന്നു? ഇത് കണ്ടപ്പോ മേടിച്ചായിരിക്കും. അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് ഉപയോഗപ്രദമാണെന്ന്. നല്ലതായിരുന്നു. അത് കാരണം ഞാനും അതിനു വേണ്ടി മേടിച്ചത്. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരും. ശരി, കാരണം സ്റ്റീൽ അന്ന് തുടങ്ങിയടയാ, കൊറേ കാലം മുമ്പാ, ഒത്തിരി മുമ്പാ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. കപ്പയും മീൻകറിയും സെറ്റ്. മീൻകറി കണ്ടല്ലോ ചട്ടിയില. ഇത് നമുക്ക് ടിട്ടുചാച്ചൻ വരുമ്പോ സെർവ് ചെയ്യാൻ. അടച്ചു വെച്ച ചൂടാറണ്ട. ഇനി അപ്പയുടെ കൂടെ വന്നിട്ട് വാഴയില പൊട്ടിക്കാൻ വന്നതാണ്. അപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുറേ ഉണ്ട് വാഴ. അത് കാരണം ഇഷ്ടമുള്ള വാഴയില നമുക്ക് പൊട്ടിക്കാം. വാഴയില പൊട്ടിച്ച ഉടനെ തന്നെ ഒന്ന് നീറ്റായിട്ട് കഴുകുവാണ്. അപ്പോൾ കഴുകി വെക്കുന്നത് അപ്പയാണ് കേട്ടോ. അപ്പോൾ കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഇനി തുടയ്ക്കണം. കാണിച്ച് ലുലുമാളിന്ന് മേടിച്ച സൂചിക്കൊഴുവയില്ലേ ഇതേ, അത് തണുപ്പ് മാറി ഉപ്പൊക്കെ ഇട്ട് കഴുകി അരപ്പ് വരട്ടി വെക്കണ കാണിക്കാം കേട്ടോ. ഇതേ കുറച്ചുകൂടെ തണുപ്പ് മാറാൻ വെള്ളത്തിൽ കിടപ്പുണ്ട്. അതും കൂടെ എടുത്തേച്ച് വേണം കഴുകി വാരി എടുക്കാൻ. അപ്പം ഞാൻ ഇതിനു മുമ്പ് കുളിക്കാൻ പോകും. അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ചിലപ്പോൾ കഴുകി വാരി അരപ്പ് പറ്റണമായിരിക്കും കേട്ടോ കാണിക്കണത്. ഇതിങ്ങനെ എടുക്കാനുള്ളതാണ്. ഇത് വെള്ളത്തിലിട്ടെന്ന് തണുപ്പ് പോകാൻ വേണ്ടി ഇതിങ്ങനെ വെള്ളത്തിലിട്ട് തണുപ്പ് മാറ്റിയതാട്ടോ ഞാൻ. അത് ആവശ്യമുണ്ട് ഇന്ന് എടുക്കേണ്ടത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് സംഭവം. കല്ലുപ്പിട്ടേ നമ്മൾ ആ കൊഴുവ കഴുകിയെടുക്കുക കേട്ടോ. നീറ്റാക്കി കഴുകിയെടുക്കുക. ഈ സൂചിക്കൊഴുവയുടെ രുചി ഒന്ന് വേറെ നല്ല രുചിയാ. ക്ലീൻ ചെയ്ത് കിട്ടി ഈ പറഞ്ഞ പോലെ നല്ല സുഖം. പിന്നെ ഒന്നും കഴുകി വാരി എടുത്താൽ മതി, ഉളുമ്പ് കളഞ്ഞാൽ മതി. 6 മണിയായി. ഇനി നമ്മൾ സൂചിക്കൊഴുവയിൽ അരപ്പ് വരട്ടാൻ പോവാം. മസാലകൾ അതിനായിട്ട് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അങ്ങോട്ട് ഇട്ട് കൂട്ടോ. ഇത് കൈകൊണ്ട് തന്നെ തിരുമ്മി എടുക്കണം കേട്ടോ. ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് തിരുമാലോ എന്ന് ഓർത്താ. എരിവ് മുളക് പൊടി കേട്ടോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി. അമ്മ അതിൻ്റെ ഇടയ്ക്ക് കുളി കഴിഞ്ഞു വന്നല്ലേ? കുളി കഴിഞ്ഞു, അല്ലെങ്കിൽ ശരിയാവൂല. ഇനി കുളി നടക്കൂല. ഇനി ഞാൻ ഉപ്പ് എടുക്കട്ടെ കേട്ടോ. ഉപ്പ് എടുത്തോണ്ട് വരാം. ഇനി ഇതേ ഉപ്പ് ഇതേ കണ്ടോ കേട്ടോ. എങ്ങനെയാണെങ്കിലും ഒരു 10-20 മിനിറ്റ് നേരം ഇരിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് പിടിക്കൂല. എന്നിട്ട് വലിയ തവയിലങ്ങ് ഒറ്റയടിക്ക് വറുത്ത് തീർക്കാം. നല്ല ടേസ്റ്റാട്ടോ. ഇനി എല്ലാം അരപ്പ് പിടിക്കട്ടെ. വറക്കാൻ നേരത്ത് കാണിക്കാം. കൃത്യം 6 മണി, ഒരു 6:30 എടുത്ത് വറക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത സെറ്റ് ഇടുവാണ്. ചുരുങ്ങിക്കണ്ടത് ആ വറുത്ത് കോരിയത്. നമ്മൾ ഒരു സെറ്റ് വറുത്ത് കോരിയായിരുന്നു കേട്ടോ. അതിന്റെ കാര്യം കേട്ടോ പറഞ്ഞു. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നല്ല രുചിയാ. നല്ലതാ. അടിയിലും വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കിടന്ന് മുരിയട്ടെ അല്ലേ. സെക്കൻഡ് ട്രിപ്പോട് കൂടി തീരൂ കേട്ടോ. ഇനി കോരാട്ടോ. ഇനി കോര മതി. കോരുവല്ല, അത് ഇങ്ങനെ ആദ്യം അങ്ങ് വെക്കാം. അത് കഴിഞ്ഞിട്ട് കയ്യിലേക്ക് കോരിയെടുക്കാം കേട്ടോ. കയ്യിൽ വറുത്തതുണ്ടല്ലോ. അപ്പം ഞങ്ങൾ കാത്തിരിക്കുവാണ്. അമ്മയൊക്കെ കുളി നേരത്തെ കഴിഞ്ഞു, അപ്പയും കുളി നേരത്തെ കഴിഞ്ഞു. ഇനി ഞാനാണ് കുളിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും വേഗം പോയി കുളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ വേർത്ത് കുളിച്ചാണ് ഇപ്പം ഇരിക്കണം. ഈ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ടുട്ടുചാച്ചൻ വരുമ്പോൾ തന്നെ നമുക്ക് സംസാരത്തിൽ ഇൻവോൾവ് ആയി ഇരിക്കാമല്ലോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ടുട്ടുചാച്ചൻ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. വന്നതിന് ശേഷം ഒരുപാട് പഴയകാല മെമ്മറീസൊക്കെയാണ്
നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പയും ടിറ്റുചാച്ചനും കൂടെ ഒരുമിച്ച് കളിച്ച് വളർന്നതായത് കാരണം അന്നത്തെ കാലത്തെ മെമ്മറീസ് ഒത്തിരി അവർക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണല്ലോ. അപ്പോൾ ഞാനതൊക്കെ കൗതുകത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കിച്ചണിലോട്ട് വന്നപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനെടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കപ്പ കുഴച്ചത് ടിറ്റുചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുന്ന കപ്പ കുഴച്ചതും മീൻകറി. പിന്നെ പുറത്തുനിന്ന് വരുമ്പോൾ എല്ലാവർക്കും അതിനോടൊരു പ്രത്യേക പ്രിയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ എടുത്ത അത്ര ഒന്നും ടിറ്റുചാച്ചൻ കഴിച്ചില്ല കേട്ടോ. അതിൻ്റെ പകുതി മതി എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഊണ് കഴിക്കുമ്പോഴത്തേനും കൂടുതൽ ഹെവി ആവുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ പകുതി കേട്ടോ കഴിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വെച്ചത് ഇത് കണ്ടോ, ഇതൊക്കെ പഴയകാല ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിരിച്ചത് കണ്ടില്ല ഇന്നിനി നിങ്ങൾ പറയരുത് കേട്ടോ. അതുപോലെ ഈ സൂചിക്കൊഴുവയും ടിറ്റുചാച്ചന് വലിയ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടെന്നല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ട് വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ സൂചിക്കൊഴുവ റെഡിയാക്കിയത്. പിന്നെ നല്ല മീൻകറി, പിന്നെ ദേ ഇതൊക്കെയാണ് കറികളുണ്ടായിരുന്നത്. അതുപോലെ എണ്ണപ്പയർ, അതായത് ചെറുപയറില്ലേ, അത് ടിറ്റുചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഭാഗ്യത്തിന് അതിൻ്റെ കറി ഉണ്ടായിരുന്നു. അത് കാരണം ടിറ്റുചാച്ചൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പിന്നെ ബീഫ് അമ്മ അതേ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചൂട് വേണമല്ലോ എന്ന് ഓർത്തിട്ട് കഴിക്കണ സമയമാകുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മ അടുപ്പിൽ തന്നെ, അത് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് അത് ചൂട് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമാണ് അത് ടേബിളിലേക്ക് വെച്ചേട്ടോ, കാരണം ചൂട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാടൻ ബീഫ് വളർത്തിയതൊക്കെ ടിറ്റുചാച്ചന് ഇഷ്ടമുള്ള ഫുഡുകളിൽ ഒന്നാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ടിറ്റുചാച്ചൻ പണ്ട് കാനഡയിൽ നിന്നൊക്കെ വരുമ്പോൾ വലിയൊരു ഉത്സവമായിരിക്കും. അന്നേരം ഡിസംബർ മാസത്തിനോടനുബന്ധിച്ചാണ് ടിറ്റുചാച്ചനും ശാന്താൻ്റിയും വരുന്നത്. പിന്നെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ അവർ അറേഞ്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോകും, പിന്നെ നമ്മുടെ വീട്ടിൽ വരും. അങ്ങനെ ഒരുപാട് സ്നേഹം പങ്കുവെക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും എൻ്റെ മെമ്മറിയിൽ അതൊരു വലിയ ട്രഷറായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറികളെല്ലാം ടേബിളിൽ എടുത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ചു നേരം എല്ലാവരുടെയും സംസാരം കേൾക്കാം. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ സംസാരമല്ലേ കൂടുതലും വോയിസ് ഓവറായിട്ട് കേട്ടത്. ഇനി നമുക്ക് ടിറ്റുചാച്ചനൊപ്പം ഇരുന്നുള്ള വർത്താനം കേൾക്കാം. അധികം പുളിയില്ല കേട്ടോ. മീൻചാറ് അതിലൊഴിക്കണം. ഞാൻ എവിടെ നിർത്താളാം. അല്ല, വേറെ ചാറുണ്ട്. ഇത് ഞാൻ ഇന്നത്തെ നിർത്താളാം. കണ്ടില്ല, അത് നല്ല സോഫ്റ്റാ. അത് ഞാനത് അത് ഒത്തു കിട്ടിയതാട്ടെ. എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. നമ്മൾ ഉണ്ടാക്കണല്ലേ. അതെ അതെ അതെ. അല്ല, ഇറച്ചി മേടിക്കുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ കിട്ടണമെന്നില്ല. ചിലപ്പോ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോ ആറാം മാരി മറ്റേ മുതുകും ആറാം മാരിന്ന് കീറി എടുക്കണ ഇറച്ചി, അതാണ് ഏറ്റവും ബെസ്റ്റ്, സോഫ്റ്റ്. കാരണം പോത്തെന്ന് പറയുമ്പോ നമ്മൾ ചില മനുഷ്യരെ വിളിക്കില്ലേ, നീ ഒരു പോത്തെന്ന്, അങ്ങനെ കാനഡയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇറച്ചി റിബ്സ് ആണ്. അതാണ് ഈ ആറാം മാരി. അത് പക്ഷേ എപ്പോഴും ഞാൻ അല്ല, ഒരു പോത്തിന് തന്നെ എന്തൊരു ആറാമാര് കീറിയത് ഉണ്ടാവും, കുറച്ചേ ഉണ്ടാവുള്ളൂ. 4-5 കിലോയിൽ കൂടുതൽ ഉണ്ടാവില്ല ഈ കീറി എടുക്കണത്. അല്ല, ഭയങ്കര വില. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഏതായാലും ഭാഗ്യത്തിന് അതുണ്ടായിരുന്നു. അവളത് മുഴുവനും വാങ്ങിച്ചു. അപ്പൊ അത് കാശ് കൂടുതൽ മേടിച്ചില്ല, പൈസക്ക് വ്യത്യാസമില്ല. കോമൺ ഇത് തന്നെ 460 ആണ് പെർ kg. ശരി, അതൊക്കെ ഭയങ്കര ഭാഗ്യം. ഇവിടെ സ്ഥിരം മേടിക്കുന്ന ഒരു പാർട്ടിയുണ്ട് മോനെ. സിസ്റ്റേട്ടൻ പറഞ്ഞിട്ട് തന്നേക്കണായിരിക്കും. അതെ, കാഞ്ഞിരവട്ടത്തിനാ മേടിക്കും. എന്റെ സിസ്റ്റേട്ടൻ ആലോചിച്ച് നോക്കി, ഞാൻ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ ഇപ്പൊ ഓൾറെഡി തീർന്നു. അല്ല, ഊണ് കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഒരോട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മലയാളം ചെറുതി അപ്പം ചോറ് വേണേനും ചോറ് ചോദിക്കും. അപ്പോൾ പണ്ടത്തെ ആ മെമ്മറീസ് അപ്പം ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പയും ടിറ്റുചാച്ചനൊക്കെ ഒരുമിച്ച് ചെറുപ്പത്തിലൊക്കെ കളിച്ച് വളർന്നവരായതുകൊണ്ട് അവർക്ക് ഒരുപാട് മെമ്മറീസാണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാര കാര്യങ്ങളിലാണെന്ന് തോന്നുന്നു. ടിറ്റുചാച്ചൻ പിന്നെ കഞ്ഞി കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ നല്ല നാടൻ ചോറും കറികളും ഒക്കെ ടിറ്റുചാച്ചന് ഭയങ്കര താല്പര്യമാണ്.
അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുമായിരുന്നു. നല്ല നാടൻ ബീഫ്, പിന്നെ ഓരോ കറികളുടെ പ്രത്യേകതകൾ, അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അമ്മ ഇരിക്കണില്ല എന്ന് പറഞ്ഞാൽ അമ്മേനെ പിടിച്ചതേ അടുത്ത് തന്നെ ഇരുത്തിട്ടോ. ഞാനും ഇരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പിക്സ് ഒക്കെ എടുക്കാനായിട്ട് എണീക്കുന്നതാ. സിറ്റിയാണ് മോൺട്രിയൽ മെയിൻ സിസ്റ്റം. പിന്നെ അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1812 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും പിന്നീട് അത് മെമ്മറി ആവുകയാണ് അല്ലേ. ശരിക്കും നമ്മളത് ജീവിക്കുമ്പോൾ ഒരിക്കലും ഓർക്കുന്നില്ലല്ലോ നാളെ അതൊക്കെ ഓർമ്മകളാണെന്ന്. നമുക്ക് പ്രിയപ്പെട്ട നിമിഷങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഓർമ്മകളിലൂടെയൊക്കെ വീണ്ടും ഒന്നുകൂടി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സിൽ സൈലൻ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. അത്തരത്തിലുള്ള ഓരോ നിമിഷങ്ങളുമാണ് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ല രസമായിരുന്നു. ഇപ്പൊ പിരിഞ്ഞേ ഉള്ളൂ ടിട്ടു. അതെ 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 അതെ. അപ്പൊ അത് ഇവിടെ കൊണ്ടേ ആക്കിയേച്ചു വന്നു. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് നോക്കും. അത് കഴിഞ്ഞാൽ കിടക്കാൻ പോവാ. സമയം 1:40. കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ദിവസം കൂടി അവസാനിച്ചു. അതെ, ഇപ്പൊ നാളെ ആയി. ശരി. അതെ 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 അതെ. നല്ല നേരം പോക്കായിരുന്നു. നല്ല രസകരമായിരുന്നു അല്ലേ. കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ശാന്ത ഇല്ലായിരുന്നു കൂടെ. അത് മാത്രം ഒരു ഇതുണ്ടായോ ഇരുന്നോളൂ. ശാന്തയ്ക്ക് മെസ്സേജ് ഇട്ടു, ശാന്തയ്ക്ക് ഫോട്ടോയും അയച്ചു. അതെ, ഞങ്ങള് കൂടിയതിന്റെ. അതെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.